ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന എഗ്ഷെല്ല് വെച്ചിട്ടുള്ള ഫ്രൂട്ട് ഐറ്റംസിന്റെ 6ാമത്തെ ഫ്രൂട്ടാണ് കേട്ടോ. എഗ്ഷെല്ലിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഇത്തവണ മാംഗോയാണ് ചെയ്യുന്നത്. ഒരു വേസ്റ്റ് എയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കുഞ്ഞു ഹോളിന്റെ ഭാഗത്തേക്ക് കൊയറിനെ ഇതുപോലെ കടത്തി അത് പുറത്തേക്ക് ഇളകി പോകാത്ത രീതിയിൽ ഒന്ന് കെട്ടിട്ട് ഉറപ്പിച്ച് വെക്കുവാണേ. ശേഷം ഒരു 10 സെന്റിമീറ്ററോ 15 സെന്റിമീറ്ററോ ഒക്കെ നീളത്തിന് ആ വയറിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ എഗ്ഷെൽസിലും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തെടുക്കുവാണ്. അടുത്തതാണ് എനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു എഗ്ഷെല്ലിന്റെ മോഡലിലല്ല ഒരു മാംഗോ ഇരിക്കുന്നത്. മാംഗോയുടെ ഷേപ്പ് താഴെ വന്നിട്ട് കുറച്ചൊന്ന് വളഞ്ഞതുപോലെയല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തത് ഇതുപോലെ കോട്ടി മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഓംലെറ്റിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നേരത്തെ ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മൾ വയർ ഇറക്കിയത്. ആ ഹോള് അടച്ചുകൊണ്ട് പേപ്പർ വെച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നമ്മൾ മാംഗോ ചെയ്യാനായിട്ട് എടുത്ത എല്ലാ എഗ്ഷെൽസിൻ്റെയും താഴ്ഭാഗത്തായിട്ട് പേപ്പർ വെച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാംഗോയ്ക്കും കളർ ചെയ്തെടുക്കാം. ആ ഒരു ഭാഗം പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പം ഇങ്ങനെ രണ്ടായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് എത്രത്തോളം പെർഫെക്ഷൻ ആയി എന്നുള്ളത് നിങ്ങൾ വേണം കമൻറ്റിൽ അറിയിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് വേണം കളർ ചെയ്യാനായിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ അംശം ബ്രഷിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ എഗ്ഷെല്ലിൽ കളർ ചെയ്യുന്ന സമയത്ത്. ഫൈനലി കളർ ചെയ്ത് 2 പച്ചമാങ്ങയും ഒരു പഴുത്ത് വരുന്ന മാങ്ങയും ഒരു നല്ല പഴുത്ത മാങ്ങയും കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഒയർ വന്നില്ലേ, അത് നന്നായിട്ട് ഇതുപോലെ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാ ഒയറിൻ്റെ പോർഷനും ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ മാംഗോയും ഒരുമിച്ച് ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഒയറിൽ പേപ്പർ ചുറ്റിയെടുത്തത് മാംഗോയുടെ തണ്ട് തീരെ സ്മൂത്ത് അല്ലല്ലോ, ഒയർ നല്ല സ്മൂത്തായിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നോർമലി തണ്ടിൻ്റെ കളറായിട്ടുള്ള ബ്രൗണും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു മാങ്ങാക്കൊല കിട്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് മാങ്ങാക്കൊലയായിട്ട് തോന്നിയിട്ടുണ്ടോ? കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇനി നമുക്കിതിലൊരു ഇലയും കൂടെ കൊടുക്കാം. ഒരു മാവലയുടെ മോഡലിൽ നീളത്തിലൊരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഇലയുടെ ഡിസൈനൊക്കെ വരച്ച് കൊടുത്തു. ലാസ്റ്റ് മാങ്ങാക്കുലയുടെ കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങാക്കുല ഇഷ്ടപ്പെട്ടോ? മാങ്ങ റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.